നമസ്കാരം, ഇറ്റ്സ് മീ തസ്ലീന. നമ്മുടെ ലൈഫിൽ പല വിഭാഗം ആളുകളെ കാണാറുണ്ട് അല്ലേ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. അതായത് അതിലൊരു വിഭാഗമാണ് എല്ലായ്പ്പോഴും എല്ലാത്തിനും പരാതി പറയുന്ന ആളുകൾ. അവർക്കൊന്നിലും സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കണ്ടെത്തില്ല. അവർ കഴിക്കുന്ന ഫുഡിലായാലും ഉടുക്കുന്ന വസ്ത്രത്തിലായാലും അവരുടെ പ്രൊഫഷനിലായാലും ഫാമിലിയിലായാലും അവരുടെ ഏത് റിലേഷൻസിലായാലും അവർക്ക് പരാതി മാത്രമേ അവർ കണ്ടെത്തുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കംപ്ലൈനേഴ്സ് എന്ന് വിളിക്കാം. സോ ഈ കംപ്ലൈനേഴ്സ് ചിലപ്പോ നമ്മളുടെ സ്വന്തം ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മളുടെ ഉറ്റ റിലേറ്റീവ്സ് ആയിരിക്കാം. അപ്പൊ നമുക്ക് അവരെ ഒരിക്കലും മാറ്റി നിർത്താനൊന്നും കഴിയില്ല. പക്ഷെ അവരുമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് സഹവസിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ കംപ്ലൈൻ ചെയ്യുന്ന അവരുടെ ആ കംപ്ലൈനിന്റെ ഭാഗമായിട്ട് അവർക്കുണ്ടാവുന്ന സ്ട്രെസ്സിനെ നമ്മളിലേക്ക് അവർ തരും. അതേപോലെ തന്നെ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തന്നെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെയുള്ളവരിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അവരെ മാനേജ് ചെയ്യാം എന്നൊന്ന് നോക്കാം. അവരെപ്പോഴും നമ്മളോട് കംപ്ലൈൻ പറയുന്നത് അവർക്കൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല. അങ്ങനെ കംപ്ലൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ചെറുതായിട്ട് ഒരു ആശ്വാസം കിട്ടും. സോ അത് നമ്മൾ മനസ്സിലാക്കി ചെറുതായിട്ടൊന്ന് അവർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. പക്ഷെ ആ പറയുന്നതിന്റെ ടൈം കൂടുന്നതിനനുസരിച്ച് അവരുടെ സ്ട്രെസ് നമുക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അവരോട് ഒരിക്കലും ആർഗ്യൂ ചെയ്യാനോ അവർ പറയുന്നതിനെ മൊത്തമായിട്ട് അംഗീകരിക്കാനോ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ അവരോട് പ്രഷറൈസ് ചെയ്ത് അത് ശരിയല്ല എന്നൊന്നും പറയാൻ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. അതേസമയം അവരോടൊരു എമ്പതി കാണിക്കുക. അവരോട് പറയുക, നിങ്ങൾ എത്ര സ്ട്രെസ്ഡ് ആണെങ്കിലും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മളെ ഫുൾ ടൈം വിളിച്ച് നമ്മളോട് ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആദ്യം തീരുമാനിക്കുക, ഇന്ന ആള് വിളിക്കുന്നുണ്ട്, ഒരു 5 മിനിറ്റ്സ് സംസാരിക്കാം, അതിൽ കൂടുതൽ വേണ്ട. ആ രീതിയിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരിക. അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷെ ആ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇനിയിപ്പോ ഇതുപോലൊരു ക്യാരക്ടർ നിങ്ങൾക്കാണുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതാണ് ഈ ഒരു സ്വഭാവം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പരാതി പറയാൻ തോന്നുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, സത്യത്തിൽ ഇങ്ങനെ പരാതി പറഞ്ഞ് നമുക്ക് വല്ല കാര്യമുണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും കുറവുകളാണല്ലോ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നത് പരാതികളായിട്ട്. അതേസമയം നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, നമുക്കുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ കൂടെയുള്ള ആളുകൾ പോസിറ്റീവ്സ് ആയിട്ടുള്ള ആളുകളായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവർ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്തി തരാൻ നമ്മളെ സഹായിക്കും. നമ്മൾ ഇങ്ങനെ പരാതി പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയും. അതായത് നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രോബ്ലത്തിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം പ്രോബ്ലമാണ് വലുതാകുന്നത്. ഒരിക്കലും അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ പരാതി പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പരാതിയല്ല പറയേണ്ടത്, ഞാൻ സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യം. പരാതികൾ പലപ്പോഴും ഉയർന്നു വരുന്നത് ഒരു കാര്യം പെർഫെക്റ്റ് അല്ല എന്നുള്ള തോട്ടിൽ നിന്നാണ്, അല്ലെ? ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും പരാതി വരാറില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് അല്ല. ദർ ആർ സം ഇംപെർഫെക്ഷൻസ്. സോ ഒരു ലൈഫിലെ സന്തോഷം എന്ന് പറയുന്നത് ആ പെർഫെക്ഷൻ വരുമ്പോഴല്ല, അതേസമയം ഹാപ്പിനെസ് വരുന്നത് എപ്പോഴും ഒരു സമാധാനമുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിൽ നിന്നാണ്. താങ്ക് യു.